ഇതുപോലെ ഷൂ ലേസ് കെട്ടാൻ ആർക്കും അറിയില്ല. ആദ്യത്തേത് ഡാഡ് ഷൂസ് അല്ലെങ്കിൽ വലിയ സോളുള്ള സ്നീക്കറുകൾ കെട്ടുന്ന രീതിയാണ്. ഇതിൽ ലേസ് വല്ലാതെ മുറുക്കി കെട്ടാതെ ലൂസായി വിടുക. എന്നിട്ട് ലേസിന്റെ അറ്റത്തൊരു ചെറിയ കെട്ടയ്ക്ക് ശേഷം ബാക്കി വരുന്ന ഭാഗം ഷൂവിനുള്ളിലേക്ക് തിരികെ വയ്ക്കാം. ഇത് ഷൂസിന് ഒരു കൂൾ ലുക്ക് നൽകും. രണ്ടാമത്തേത് കൺവേഴ്സ് പോലുള്ള ക്യാൻവാസ് ഷൂസുകൾക്കുള്ളതാണ്. ലേസുകൾ ഓരോ വരിയിലും മധ്യഭാഗത്തായി കെട്ടിട്ട് കൊണ്ടുപോകുന്ന രീതിയാണിത്. രണ്ട് ലേസുകളും നടുവിൽ വെച്ച് ഒന്ന് പിരിച്ച ശേഷം അടുത്ത ഹോളിലേക്ക് ഇടുക. ഇങ്ങനെ ചെയ്താൽ ലേസുകൾ നടുവിൽ ഒരു ചെയിൻ പോലെ കാണാൻ സാധിക്കും. മൂന്നാമതായി സ്പോർട്സ് ഷൂസ് കെട്ടുന്ന രീതി നോക്കാം. സാധാരണ പോലെ ലേസ് കോർത്ത ശേഷം അവസാനത്തെ കെട്ട് പുറത്ത് കാണാത്ത രീതിയിൽ ഷൂവിന്റെ നാക്കിനടിയിലായി കെട്ടിവെക്കുക. ലേസിന്റെ കെട്ടുകൾ പുറത്തു കാണാതെ ഷൂസ് വൃത്തിയായി ഇരിക്കാൻ ഇത് സഹായിക്കും. നാലാമത്തേത് ഈസി പോലുള്ള നിറ്റ് ഷൂസുകൾക്കുള്ളതാണ്. ഇതിൽ ലേസുകൾ കുറുകയും നെടുകയും കോർത്ത് വശങ്ങളിൽ ഒരു പ്രത്യേക ഡിസൈൻ വരുത്തുന്നു. സാധാരണ കെട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്റ്റൈലാണിത്. അഞ്ചാമത്തേത് കാഷ്വൽ ഷൂസുകൾക്കുള്ളതാണ്. ലേസിന്റെ അറ്റം വിരലിൽ ചുറ്റി ഒരു സ്പ്രിംഗ് പോലെ ആക്കി മാറ്റുക. എന്നിട്ട് ആ ചുരുളിൽ തന്നെ ലേസിന്റെ അറ്റം തിരികെ വെക്കുക. കാണാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു കെട്ടാണിത്. അവസാനമായി വെള്ള സ്നീക്കറുകൾക്കുള്ള ഒരു കിടിലൻ സ്റ്റൈൽ. ലേസുകൾ പരസ്പരം പിരിച്ചുകൊണ്ട് നെയ്യുന്നത് പോലെ കോർത്തെടുക്കുക. ഷൂവിന്റെ മുൻവശം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു പാറ്റേൺ ഇതിലൂടെ ലഭിക്കും. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു രീതിയാണിത്.